ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കോവിഡ് മഹാമാരിയുടെ കെടുതികളിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം കടന്നു പോവുകയാണ്. നിരാശയുടെയും അരക്ഷിതാവസ്ഥയുടെയും ഒക്കെ വലിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിന് ദൈവം നൽകിയ വലിയൊരു സംരക്ഷണവും ആശ്വാസമായിരുന്നു ഫ്രാൻസിസ് പാപ്പായിലൂടെ 2021 ജോസഫ് ഇയറായി പ്രഖ്യാപിക്കുകയും തിരുസഭയെ ഒരിക്കൽ കൂടി അവളുടെ സംരക്ഷകൻ്റെ സ്വർഗീയ മാധ്യസ്ഥതയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് ഓർമ്മിക്കുകയും ചെയ്തു. ഈ ജോസഫ് ഇയറിൻ്റെ ഒരു സമാപനത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ലോകത്തിലെ വിവിധ രൂപതകളിൽ, സന്യാസ സമൂഹങ്ങളിൽ, പ്രാദേശിക ഇടവക കൂട്ടായ്മകളിൽ യൗസപിതാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ജോസഫ് എന്ന് പറയുന്ന സുവിശേഷത്തിലെ ദീപ്തമായ വ്യക്തിത്വത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്ത ഒരു വർഷമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ പറയുന്നത് ഫറവോയുടെ വാക്കുകളുണ്ടല്ലോ, ജോസഫിൻ്റെ അടുത്തേക്ക് പോകുവിൻ, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ഈ ഒരു വാക്ക് മുഴുവൻ സാർവത്രിക സഭ ഒന്നടങ്കം ഫ്രാൻസിസ് പാപ്പായിലൂടെ ഏറ്റെടുത്ത് ജോസഫിൻ്റെ അടുത്തേക്ക് പോയി ജോസഫിൻ്റെ അത്ഭുതകരമായ മാധ്യശക്തിയെ അനുഭവിച്ചറിഞ്ഞ ഒരു വർഷമാണ്. നമ്മുടെ കേരളത്തിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലുമൊക്കെ, നമ്മുടെ ബന്ധങ്ങളിലുമെല്ലാം ഈ ഒരു വർഷം യൗസപിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ വലിയ കൃപകൾ, അത്ഭുതങ്ങൾ, ദൈവപരിപാലനയുടെ അത്ഭുത വഴികൾ അനേകർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ വിശുദ്ധ യൗസപിതാവിനെക്കുറിച്ച് വചനം അവതരിപ്പിക്കുന്ന ചില സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ചൊരു ധ്യാനവും, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇന്നും ജോസഫിൻ്റെ മധ്യസ്ഥം നമ്മുടെ സമകാലികരായ മനുഷ്യർക്ക് അനുഭവവേദ്യമാവുന്നത്, അവരതെങ്ങനെയാണ് ഉറച്ച വിശ്വാസത്തോടും നന്ദിയോടും കൂടി ഏറ്റുപറയുന്നതെന്നുള്ള ചില സുന്ദരമായ ചിത്രങ്ങളും കൂടിയാണ് നമ്മൾ ചേർത്ത് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഈ ജോസഫ് ഇയറിൻ്റെ സമാപനത്തിൽ ജോസഫിൻ്റെ അടുത്തേക്ക് പോകുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഫറവോയുടെ വാക്കുകളെ നമുക്ക് മാറിയൂസേപ്പ് എന്ന് പറയുന്ന വളർത്തുപിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും അവൻ്റെ മനോഹരമായ വ്യക്തിത്വത്തിൽ നിന്ന് പഠിക്കാനുമുള്ള ഒരു അവസരമാക്കി മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ജോസഫിലേക്കുള്ള ഈ ഒരു യാത്രയിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ യൗസപിതാവിനെക്കുറിച്ചുള്ള വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഒരു അപ്പസ്തോലിക പ്രബോധന രേഖയാണ് പാത്രിസ് കോർദെ, പിതൃഹൃദയം എന്നാണ് അതിനെ മലയാളത്തിൽ നമുക്ക് പരിഭാഷപ്പെടുത്താവുന്നത്. ഇതിൽ പാപ്പ പോളിഷ് എഴുത്തുകാരനായ യാൻഡ്രോവ്സ്കിയുടെ ഒരു പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദ ഷാഡോ ഓഫ് ദ ഫാദർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ ഒരു പുസ്തകത്തിൽ ഫ്രാൻസിസ് പാപ്പ, ഈ എഴുത്തുകാരൻ, ജോസഫ് എന്ന് പറയുന്ന സുവിശേഷത്തിലെ വ്യക്തിത്വത്തെ ഒരു നിഴലിൻ്റെ പ്രതിരൂപത്തോടുമായിട്ട് ചിത്രീകരിക്കുന്നതിനെ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. പോളിഷ് എഴുത്തുകാരനായ യാൻഡ്രോവ്സ്കി ഒരു നിഴലിനോടാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ വിശുദ്ധ യൗസേപ്പിനെ ചിത്രീകരിക്കുന്നത്. യൗസേപ്പ് നിഴലായിരുന്നു, അല്ലെങ്കിൽ നിഴല് കണക്കെയുള്ള ഒരപ്പനായിരുന്നു. ആരുടെ നിഴലായിരുന്നു? സ്വർഗസ്ഥനായ പിതാവിൻ്റെ, ഭൂമിയിലെ ആബ്ബായുടെ സ്നേഹത്തിൻ്റെ നിഴലായിരുന്നു വിശുദ്ധ യൗസേപ്പ് ഭൂമിയിൽ. മറിയത്തിനും അവളുടെ ഉദരത്തിൽ ഉരുഭൂതനായ ദൈവകുമാരനും ഈ സംരക്ഷണയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ആർദ്രമായ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഭൂമിയിലെ നിഴലായിട്ട് ജീവിച്ച ആളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നിഴലെന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും നിഴലുകളിൽ നിൽക്കുന്നു എന്നല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭൂമിയിലെ ഒരു നിഴലായിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യരെങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇന്ന് അനുഭവിച്ചറിയുന്നത്? നമ്മളൊക്കെ ഏറ്റവും മനോഹരമായ വചനം തരുന്ന യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ നടത്തിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ നിർവചനമാണ് ദൈവസ്നേഹമാണെന്ന് പറയുന്നത്. ഈ സ്നേഹമെന്ന് പറയുന്ന അനുഭവം, ദൈവത്തിൻ്റെ അമൂല്യമായ സ്നേഹം നമ്മൾ എങ്ങനെയാണ്, അവാച്യമായ സ്നേഹാനുഭവം ഒരു മനുഷ്യ വ്യക്തി എവിടുന്നാണ് ആദ്യമായിട്ട് അനുഭവിക്കുന്നത്? നിശ്ചയമായിട്ടും അമ്മയുടെ അമ്മിഞ്ഞ പാലിൽ നിന്നും, മാധുര്യത്തിൽ നിന്നും, അപ്പൻ്റെ നെഞ്ചിലെ ഇടിപ്പോട് ചേർന്നുള്ള ഒരു ശിശുവിൻ്റെ ചേർന്നുള്ള ഈ ഇരിപ്പിലും ഒക്കെയാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ ആദ്യ അനുഭവത്തിലൂടെ വ്യക്തികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ മാതാപിതാക്കന്മാരുടെ ദൗത്യം എന്താണ്?
ദൈവ സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഒരു പിതൃഹൃദയത്തോടെ മാതൃഹൃദയത്തോടെ ജീവിക്കുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം തങ്ങളുടെ മക്കൾക്ക് കുറവില്ലാതെ കൊടുക്കാനാണ്. അപ്പോൾ ജോസഫ് ഈ ഭൂമിയിൽ ഒരു നിഴലായിരുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവനുള്ളൊരു നിഴലായിരുന്നു ജോസഫ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുതലിൻ്റെ ഒരു നിഴലായിരുന്നു ജോസഫ്. ആ നിഴലിലാണ് മറിയവും ഉണ്ണിയേശുവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണതകളിലൂടെ, അരക്ഷിതാവസ്ഥയിലൂടെ, പ്രാണനും വാരിയെടുത്തുള്ള നീണ്ട പലായനങ്ങളിലൂടെ, പരദേശികളെപ്പോലെ അലച്ചിലിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോഴും അവർ സുരക്ഷിതരായി ഉറങ്ങിയത് ജോസഫിൻ്റെ നിഴലിലായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ വചനം വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലെ സുന്ദരമായൊരു ചിത്രമുണ്ട്. ജെറുസലേം ദേവാലയത്തിലെ ഒരു പെരുന്നാൾ പറമ്പിൽ 12 പ്രായമുള്ള ബാലനായ യേശുവിനെ കാണാതെയാവുന്ന ഒരു ചിത്രീകരണം. സാധാരണ നമ്മുടെയൊക്കെ പെരുന്നാൾ പറമ്പുകളിൽ, ഉത്സവ പറമ്പുകളിൽ കുഞ്ഞുങ്ങളെ കാണാതാവുകയും പിന്നീടത് പോലീസുകാരൊക്കെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയും ചെയ്യുന്ന പഴയ ഒരു ഓർമ്മയുണ്ട്. ഇതേപോലെ ജെറൂസലേമിൽ ഏകദേശം ചരിത്രകാരനായ ഫ്ലാവിയൂസ് ജോസഫോസ് ഒക്കെ പറയും 70,000-ഓളം ആളുകൾ ഓരോ പെസഹ കാലത്തും ജെറൂസലേമിൽ വരുമായിരുന്നു. വലിയൊരു പുരുഷാരമാണ്. ഈ പുരുഷാരത്തിൻ്റെ ഇടയിലാണ് ഉണ്ണിയേശുവിന് ഇതിലേക്ക്, ഈ ദേവാലയത്തിലേക്ക് വേദപാരംഗതരോട് സംസാരിക്കാൻ, പണ്ഡിതരോട് സംസാരിക്കാൻ വേണ്ടി അപ്പൻ്റെ കൈപിടിച്ച് ഊർന്നിറങ്ങിപ്പോകുന്നു. എവിടുന്നായിരിക്കും ബാലനായ യേശുവിന് ഈ ഒരു ധൈര്യം കിട്ടിയത്? പെരുന്നാൾ പറമ്പിലെ ആൾക്കൂട്ടത്തിൻ്റെ തിരക്കുകൾക്കിടയിലേക്ക്, അതല്ലെങ്കിൽ വേദപണ്ഡിതരോട് സംസാരിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് ഇത്ര വലിയൊരു ആൾക്കൂട്ടത്തിൽ തനിയെ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം എവിടുന്നായിരിക്കും ഉണ്ണിയേശുവിന് കിട്ടുന്നത്? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ജോസഫ് എന്ന് പറയുന്ന നിഴല് കണക്കെയുള്ള ഒരപ്പൻ തേടി വരുമെന്നുള്ള ഉറപ്പുള്ളിലുള്ള ഒരു കുഞ്ഞിനാണ് അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ തിരക്കുകളിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. ഈ ഒരു ധൈര്യം കൊടുക്കലാണ് മക്കളെ ധൈര്യമുള്ളവരായി, സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ട് ഉള്ളിലെ സുരക്ഷിത ബോധം കൊടുത്ത് ധൈര്യമുള്ളവരായിട്ട് മക്കളെ ഇറക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കന്മാരുടെയും ദൗത്യം. ദൈവം അതാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിഴല് പോലെ തൻ്റെ കാൽച്ചുവട്ടിൽ മാത്രം നിർത്തുന്ന, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചലിപ്പിക്കുന്ന പാവകളായിട്ട് മക്കളെ വളർത്തുന്ന മാതാപിതാക്കന്മാരുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ, ബാല്യത്തിൻ്റെ കൗതുകങ്ങളൊക്കെ അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ട് മാതാപിതാക്കളുടെ ഡിമാൻഡുകളുടെ മുമ്പിൽ, അധ്യാപകരുടെ ഡിമാൻഡുകളുടെ മുമ്പിൽ യന്ത്രങ്ങളെപ്പോലെ അനുസരിക്കേണ്ടി വരുന്നതിൻ്റെ, മാനുഷികമായ അവരുടെ എല്ലാ സർഗാത്മകതകളും ബാല്യത്തിൻ്റെ കൗതുകങ്ങളൊക്കെ ബലി കൊടുക്കപ്പെട്ടവരായിട്ട് ഈ മാതാപിതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്ക്, ഡിമാൻഡുകൾക്കനുസരിച്ച് യാന്ത്രികമായി ചലിക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. ജോസഫ് നിഴല് കണക്കെയുള്ള ഒരു അപ്പനായിരുന്നെങ്കിലും മക്കളെ, നിഴൽപ്പാടിൽ മകനെ ബലമായിട്ട് പിടിച്ചു നിർത്തിയ ഒരപ്പനായിരുന്നില്ല. സുരക്ഷിത ബോധം ഹൃദയം നിറച്ചു കൊടുത്ത്, ധൈര്യം കൊടുത്ത്, സ്നേഹം കൊടുത്ത് ഏതാൾക്കൂട്ടത്തിലേക്കും തനിയിറങ്ങാനും മാത്രം പ്രാപ്തിയുള്ളൊരു ബാലനായിട്ടാണ് ജോസഫിൻ്റെ പിതൃഹൃദയം യേശുവിനെ പരിശീലിപ്പിച്ചതെന്നാണ് ഈ ഒരു ചിത്രത്തിലൂടെ ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എത്രമാത്രം സുരക്ഷിതത്വ ബോധം കൊടുക്കുന്നുണ്ട്? മാതാപിതാക്കൾ നിഴലുകളായി നിൽക്കേണ്ടവരാണ്. അവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലാണ് ഈ ഭൂമിയിൽ. ദൈവം ഈ ഭൂമിയെ സ്നേഹിക്കുന്നുവെന്ന് ഓരോ കുഞ്ഞും തിരിച്ചറിയുന്നത്, ദൈവ സ്നേഹമാണെന്ന് ഓരോ ശിശുവും തിരിച്ചറിയുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ആർദ്രമായ നിഴല് കണക്കെയുള്ള സ്നേഹാനുഭവത്തിൽ നിന്നാണ്. അതവർക്ക് ലോകത്തെ ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കാനുള്ളൊരു കരുത്തായിട്ട് മാറുന്നു. അത് ഈ തിരക്കുകളുടെ ലോകത്ത് ഒരുപക്ഷെ മഹാമാരികളുടെയോ പ്രതിസന്ധികളുടെയോ ഒക്കെ ജീവിതയാത്രകളിൽ അവർക്ക് ഉള്ളിൽ സുരക്ഷിത ബോധമുള്ളവരായിട്ട് നീങ്ങാനും വളരാനും അത് സഹായിക്കും. നമുക്ക് നിഴല് കണക്കെയുള്ള മാതാപിതാക്കന്മാരുണ്ടാവട്ടെ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴല് കണക്കെ. ഫ്രാൻസിസ് പാപ്പ പറയും, പിതാക്കന്മാരില്ലാത്ത ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്നു. ശരിയാണ്. യൂറോപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന സുവിശേഷത്തിൻ്റെ പവിത്ര നിയമമൊക്കെ മറന്ന് വിവാഹത്തെ വെറും കൂടിത്താമസങ്ങളാക്കി മാറ്റി അതിൻ്റെ സകല കൗദാശ്യ കൃപകൾ നശിപ്പിച്ച് കളഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവിടെ ഈ പിതൃത്വം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായൊരു കാര്യമായി കരുതി ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടെ താമസിച്ചു,
പിന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കാണുമ്പോൾ വസ്ത്രം ഉരിഞ്ഞു കളയുന്ന അതേ ലാഘവത്തോടെ ജീവിത പങ്കാളിയെ മാറി മറ്റൊരാളെ സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അപ്പനില്ലാത്ത ഈ നിഴലിൻ്റെ പിതൃഹൃദയത്തിൻ്റെ നിഴലിൻ്റെ സൗമ്യമായ സാന്നിധ്യമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഒരപ്പൻ്റെ കരുതലും അപ്പൻ്റെ സുരക്ഷിത ബോധവുമില്ലാതെ ജീവിക്കുന്ന തലമുറകളുടെ പ്രതിസന്ധി കണ്ടറിഞ്ഞിട്ടാണ് ഫ്രാൻസിസ് പാപ്പായുടെ ആർദ്രമായ പിതൃഹൃദയം പറയുന്നത്, പിതാക്കന്മാർ കുറവായി പോകുന്നു ഈ ലോകത്തിൽ. ജോസഫ്, പിതാക്കന്മാർ കുറവായി പോകുന്ന ഈ ഒരു ലോകത്തിൽ, ഭൂമിയിലെ പിതാക്കന്മാർ ദൈവം അവരെ ഏൽപ്പിച്ച നിഴലായി നിൽക്കാനുള്ള ദൗത്യത്തെ മറന്നുപോകുന്ന ഈ ലോകത്തിൽ സുവിശേഷത്തിലെ വിശുദ്ധ യൗസേപ്പിനെ ഉയർത്തിക്കാട്ടുകയാണ്. നിഴല് കണക്കെ ഉള്ളൊരപ്പനാണിത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആർദ്ര സ്നേഹത്തിൻ്റെ നിഴലായിരുന്നു, സുരക്ഷിത ബോധത്തിൻ്റെ നിഴലായിരുന്നു, കരുതലിൻ്റെ നിഴലായിരുന്നു. ഭൂമിയിലെ എല്ലാ മാതാപിതാക്കന്മാരും നിഴല് കണക്കെയുള്ള ഈ അപ്പനെ പോലെ ദൈവസ്നേഹത്തിൻ്റെ നിഴലായി മാറാൻ നമുക്ക് യൗസേപ്പ് പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതേ തുടർന്ന് ജോസഫിനെ പോലെ നിഴലായി നിന്ന യൗസേപ്പ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, കത്തുന്ന കഷ്ടതയുടെ കനൽ വെയിലത്തൂടെ കടന്നുപോയ കാലത്ത് ജോസഫ് എങ്ങനെയാണ് ആർദ്രമായ ഒരു നിഴലായി തൻ്റെ ജീവിതത്തിൽ നിന്നതെന്ന് ഒരു മനോഹരമായ ജീവിത സാക്ഷ്യമുണ്ട്. ഈ ജീവിത സാക്ഷ്യത്തിൻ്റെ വിലയെന്ന് പറയുന്നത് സുവിശേഷത്തിലെ യൗസേപ്പ് ഇന്നും ജീവിക്കുന്ന മാധ്യസ്ഥ ശക്തിയാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ സമകാലിക ലോകത്തിന്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ലഭിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം, ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ഒന്ന് സ്നേഹത്തോടെ കാണാം. എൻ്റെ പേര് വർക്കി. ഞങ്ങളുടെ താമസം തൃപ്പൂണിത്തുറ. എൻ്റെ ഭാര്യയുടെ പേര് മോളി. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഞങ്ങൾ ഇവിടെ 19 വർഷമായിട്ട് തൃപ്പൂണിത്തുറയിലാണ് താമസം. ഞങ്ങൾക്ക് വിശുദ്ധ ഔസേപ്പ് പിതാവിൽ നിന്ന് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ ഞങ്ങളിരിക്കുന്നത്. 2008 നവംബർ മാസത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് വയറിന് സംബന്ധമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി എന്നുള്ള ഒരു കാര്യം അറിയിക്കുവാനാണ്, സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. 2008 ഏപ്രിൽ തുടങ്ങിയാണ് എനിക്കിങ്ങനെ വയറിന് വേദനയും, പിന്നെ ആഹാരം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റ് പോകണം, അങ്ങനെ തുടങ്ങി. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും കണ്ടു, ഡോക്ടേഴ്സിനെ കണ്ടു. അത് എല്ലാ ദിവസവും രാവിലെ തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെ ആഹാരം, പിള്ളേരെ വിട്ട് ഹസ്ബൻഡും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അങ്ങനെയായിരുന്നു. വെള്ളം കുടിച്ചാൽ പോലും എനിക്ക് അപ്പം വയറ്റിൽ നിന്ന് പോകും. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ മാറി, വയറുവേദനയൊന്നുമില്ല. പിന്നെ ഞാൻ എല്ലാം ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കും. രാവിലെ ഔസേപ്പ് പിതാവിൻ്റെ പള്ളിയിൽ പോകും. പിന്നെ വീട്ടിൽ ഇരുന്നാണെങ്കിൽ ഔസേപ്പ് പിതാവിനെ തന്നെ ഞാനിങ്ങനെ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നവംബറായി. അപ്പോഴേക്കും ഇതിങ്ങനെ കൂടി, വയറുവേദനയും വയറിളക്കവുമായിട്ട് തന്നെ കൂടിക്കൊണ്ടിരുന്ന്. അങ്ങനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ വീട്ടിലാണ് പോയത്. വീട്ടിൽ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എളുപ്പം ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ നിന്ന് രാവിലെ തുടങ്ങി. രാവിലെ ഞാനാണെങ്കിൽ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് എനിക്ക് ആഹാരം കറക്റ്റായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ചെറിയ തലകറക്കം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അന്ന് രാവിലെ തുടങ്ങി ഈ വെള്ളം മാത്രം കുടിച്ച്, അപ്പോഴൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനും എൻ്റെ മോളും കൂടി, മൂത്ത മോളുണ്ടായിരുന്നു, അവളും കൂടി നടക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കിയാണ്. അങ്ങനെ നടന്ന്
അത് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം കുടിക്കും, അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ടോയ്ലറ്റിൽ പോകണം, വയറ് ക്ലീൻ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിച്ച് ഇങ്ങനെ നടന്ന് 4 മണിയായപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇനി സ്കാനിങ് ഒക്കെ പറഞ്ഞു. ആദ്യം ആ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് അവിടെ അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ കയറി കിടന്നു. അപ്പോൾ കിടന്നു കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവർ എല്ലാവർക്കും മരവിപ്പിച്ചിട്ടാണ് ചെയ്യണേന്ന് പറയണേ ഞാൻ കേട്ടു അവിടെ. പക്ഷേ എനിക്ക് അതൊന്നും ചെയ്തില്ല. അല്ലാതെ തന്നെ അവർ കൊളോണോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എന്നോട് അപ്പോഴൊന്നും പറഞ്ഞില്ല. ഞാനവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു തടിപ്പുണ്ട് വയറ്റിൽ, വൻകുടലിലാണ് തടിപ്പ്. അപ്പോൾ ആ തടിപ്പ് ഇങ്ങനെ കളഞ്ഞപ്പോഴേക്കും അത് അങ്ങോട്ട് തന്നെ വയറ്റിലേക്ക് തന്നെയാണ് ചേച്ചി വീണ് പോയത്. അപ്പോൾ അത് പറഞ്ഞാൽ ചേച്ചി അരമണിക്കൂർ ഇവിടെ ഇരുന്നാൽ മതി, അപ്പോൾ ഇങ്ങനെ ബാത്റൂമിലേക്ക് പോയി വരുമ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയി വരുമ്പോൾ അത് ശരിയായിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോഴേക്കും ഹസ്ബൻഡ് കയറി വന്നപ്പോൾ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എനിക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു ഇവിടുന്ന്. വെച്ചാൽ അതിനകത്ത് മുഴുവൻ ബ്ലഡാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ബാത്റൂമിൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല. ചെറിയ കുട്ടികളാണ് എല്ലാം, ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ ചെയ്യണത്. അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അതിന് വേഗം തന്നെ നമുക്ക് എന്നാൽ അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഡോക്ടറെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഇത് ഇന്ന് എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് ഇങ്ങനെ വയറ്റിലേക്ക് പോയത് അവിടെ കിടന്നുകൊണ്ട് അത് പൊക്കോളും, ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ പൊക്കോളും, ടോയ്ലറ്റിൽ നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ച് കഴിയുമ്പോൾ അത് പൊക്കോളും എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതെടുത്ത് ബയോപ്സിക്ക് അയച്ചു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തൊക്കെ അയക്കണത്. അത് ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ മോളും ഞാനും ചേട്ടനും മോനും ഉണ്ടായിരുന്നു, മോളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം തുടങ്ങി അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ സന്ധ്യ ആയപ്പോഴാണ് വീട്ടിൽ വന്ന. അന്ന് തുടങ്ങി ഞങ്ങളെല്ലാവരും ഞാൻ പോവും, പിന്നെ പള്ളിയിലേക്ക് പോകും. ഞാൻ ഒരിക്കലും മുടങ്ങിയിട്ടില്ല. ബുധനാഴ്ചകളിൽ ഞാൻ എന്തായാലും അവിടെ എത്തും. അല്ലാത്ത ദിവസങ്ങളിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസം ഇവരെല്ലാവരും ജോലി പോയി കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പള്ളിയിലേക്ക് പോകും. അവിടെ പോയിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ 1 മാസത്തേക്കുള്ള മരുന്ന് തന്ന്. അന്ന് തുടങ്ങി എനിക്ക് പിന്നെ ഇന്ന് വരെയും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഔസേപ്പിതാവിനെയാണ് വിളിക്കണം, വേറെ ആരെയും വിളിക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെയാണ്. ആദ്യം ഞാൻ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു, പക്ഷേ എനിക്ക് പറ്റില്ല. അപ്പം തന്നെ പിന്നെ ഞാൻ ഔസേപ്പിതാവിൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരും. എനിക്ക് ഔസേപ്പിതാവിനോട് എന്ത് കാര്യം അപേക്ഷിച്ചിട്ടും എന്നെ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പല കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. അപേക്ഷിച്ചാൽ ഇതുവരെ ഞങ്ങൾ ഉപേക്ഷിക്കാതെ കൊണ്ടുനടക്കുക. പിന്നെ ഔസേപ്പിതാവിൻ്റെ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് എണ്ണ തരും. ആ എണ്ണയാണെങ്കിൽ ഞാനിങ്ങനെ വയറിനകത്തൊക്കെ ഇങ്ങനെ വയറിലും നെഞ്ചുവേദന വന്ന അവിടെ ഇങ്ങനെ കയ്യിൽ തലവേദന വന്നവരെ ഞാൻ ആ എണ്ണ ഉപയോഗിക്കണം. ഒരിക്കലും ഞാൻ മരുന്നെടുത്തൊന്നും പുരട്ടില്ല. തലവേദന വന്നാലും ഇവിടെ എല്ലാവരും മക്കൾ പറയും വിക്സ് എടുത്ത് പുരട്ടുക, അല്ലെങ്കിൽ ആ മർദ്ദാഞ്ഞ് പുരട്ടും മമ്മി എന്ന് പറഞ്ഞാലും ഞാൻ വേണ്ട മോളെ മമ്മി എണ്ണ പുരട്ടണേ എന്ന് പറയും. ഞാൻ എണ്ണ പുരട്ടുകയും ചെയ്യും, ഞാൻ എല്ലാവർക്കും വാങ്ങി കൊടുക്കുകയും ചെയ്യും. എണ്ണ പള്ളിയിൽ നിന്നും ഔസേപ്പിതാവിൻ്റെ ബുക്ക് വാങ്ങി ഞാൻ എല്ലാവർക്കും കൂടെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കും. അങ്ങനെ എനിക്ക് ഔസേപ്പിതാവിനോടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയണേ. എല്ലാ കാര്യത്തിനും എന്നും ഞങ്ങളുടെ കൂടെ വിശുദ്ധ ഔസേപ്പിതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങൾക്ക് ഇടവക മധ്യസ്ഥനായിട്ട് കിട്ടിയിട്ടുള്ളത് സെൻറ്റ് ജോസഫാണ്. ഞങ്ങൾ ഏലൂർ താമസിക്കുമ്പോഴും അമ്പലമൂളിൽ താമസിക്കുമ്പോഴും തൃപ്പൂണിത്തറയിൽ വന്നപ്പോഴും ഇപ്പോൾ അവസാനം 2003 ഞാൻ തൃപ്പൂണിത്തറ സെൻറ്റ് ജോസഫ് ചർച്ചിൽ ഇടവക അംഗമായത്. അവിടെയും ഞങ്ങൾക്ക് കിട്ടിയത് ഔസേപ്പിതാവാണ്. അപ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഔസേപ്പിതാവ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അത് അനുഭവത്തിൽ കൂടി ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ത് കാര്യത്തിനും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2015 റിട്ടയർ ചെയ്തു ഫാക്ടറിയിൽ നിന്നും. അങ്ങനെ 5 വർഷമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ജോലിക്ക് വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം നിന്നുള്ള ജോലി, വൈഫിനും സുഖമില്ലാത്തൊരു അവസ്ഥ, അങ്ങനെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ജോലിക്കൊന്നും പോകാതെ അങ്ങനെ ഇരുന്നു. എന്നാലും വൈഫ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഔസേപ്പിതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഔസേപ്പിതാവിൻ്റെ ഈ നാമധേയത്തിലുള്ള പള്ളിയിൽ തന്നെ എനിക്ക് അവിടെ ജോലി ലഭിച്ചു. അത് ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്ന് ആ പള്ളിയിൽ കെപ്പിയരായിട്ട് ഞാനും തുടരുകയാണ്. അപ്പോൾ
പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണ്, എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ പൂർണ്ണവിശ്വാസം. എല്ലാ കാര്യങ്ങൾക്കും പിതാവിൻ്റെ മധ്യസ്ഥ സഹായമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയത്, എനിക്ക് 2 പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്. അപ്പം മൂത്ത ആൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതിന് മുമ്പ് തന്നെ +2 ആയപ്പോൾ തന്നെ കല്യാണങ്ങൾ ധാരാളം വരുന്നുണ്ട്, കല്യാണങ്ങൾ നടത്തണം. അപ്പം ഞങ്ങൾ വീട് വാങ്ങിച്ചതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും ഞാൻ ഔസേപ്പിതാവിനോട് ഇങ്ങനെ പറയും, 2 പെൺകുട്ടികളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം കല്യാണം ഒരാളുടെയെങ്കിലും നടന്നു പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മോൾക്ക് അടുത്തുനിന്ന് തന്നെ കാര്യങ്ങൾ വന്നു. അവൾ പറഞ്ഞു, വേണ്ട, ഇവിടെ നിന്നൊന്നും വേണ്ട മമ്മി, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പഠിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൊച്ചി തോപ്പുംപടിയിൽ നിന്നൊരു കാര്യം വന്നു. ഞങ്ങൾ നോക്കിയപ്പോഴൊക്കെ നല്ല പയ്യനാണ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, വീടുമൊക്കെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നല്ല പയ്യന്മാരെ കിട്ടണം, ഞങ്ങൾക്ക് ആൺപിള്ളേരില്ല. അങ്ങനെ നല്ലൊരു പയ്യനെ ഞങ്ങൾക്ക് ദൈവം തന്ന്. അങ്ങനെ കല്യാണം നടക്കുന്ന സമയമായപ്പോഴത്തും സ്വർണ്ണങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈസക്ക് അപ്പോഴും ബുദ്ധിമുട്ട്, കുറച്ച് പൈസ കൂടി വേണം ഞങ്ങൾക്ക്. അങ്ങനെ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴും ഞാൻ ഔസേപ്പിതാവിനോട് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾക്ക് എളുപ്പം പൈസ ശരിയാക്കി തരണം എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പൈസയും ബാങ്കിൽ നിന്ന് വെറുതെ അതിലെ ചേട്ടൻ പോയപ്പോൾ വെറുതെ ഒന്ന് ബാങ്കിലേക്ക് കയറി നോക്കി, കാനറ ബാങ്കിലൊന്ന് കയറിയപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾക്ക്. അങ്ങനെ അതും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. അതും ഔസേപ്പിതാവിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ മക്കളും ഞാനും ചേട്ടൻ ഈവനിങ് പോയാലും ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ട്, പ്രാർത്ഥിക്കും, എപ്പോഴും ഞാൻ പറയും, പിള്ളേരോടും പറയും പ്രാർത്ഥിക്കണം. എപ്പോഴും പിള്ളേർക്കും ഒക്കെ വിശ്വാസമാണ്, അതുകൊണ്ട് അവരും പ്രാർത്ഥിക്കും. അങ്ങനെ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചെറിയ മോളുണ്ട്, അവൾ ഇതുപോലെ ഡിഗ്രിക്ക് ആയപ്പോൾ തുടങ്ങി, അവളൊരു BEd എടുത്തപ്പോൾ തുടങ്ങി അവൾക്കും ഇതുപോലെ കല്യാണ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നമുക്ക് തന്നെ ഇവിടെ അടുത്തുള്ളൊരു പയ്യനാണെങ്കിൽ ഞങ്ങൾക്കൊരു കൂട്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചൊക്കെ ഞാനിങ്ങനെ ഔസേപ്പിതാവിനോട് പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല പയ്യനെ കാണിച്ചു തരണം, മൂത്ത മോൾക്ക് കുഴപ്പമൊന്നും. അതുപോലെ ഞങ്ങൾക്ക് ഔസേപ്പിതാവിൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ ഒരു പയ്യനെ ഞങ്ങൾക്ക് തന്ന്, അവളുടെ കല്യാണം അതുപോലെ ഭംഗിയായിട്ട് നടക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന്. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.